യുവർ ബ്രെയിൻ ഈസ് ബ്രോക്കൺ. നിങ്ങളുടെ ബ്രെയിൻ ആകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ലേസി ആയതുകൊണ്ടോ നിങ്ങൾ സ്മാർട്ട് അല്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഈ ലോകം നിങ്ങളുടെ ഫോക്കസിനെ ഹാക്ക് ചെയ്തുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എനിമയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ നശിപ്പിക്കാനും നിങ്ങളുടെ ബ്രെയിനിനെ റീവെയർ ചെയ്യാനും കഴിവുള്ള ഒരു എനിമി. പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ജസ്റ്റ് ഒന്ന് ഫോൺ എടുത്ത് നോക്കാമെന്നും പറഞ്ഞ് മണിക്കൂറോളം ഫോൺ എടുത്ത് അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഡിസ്ട്രാക്റ്റ് ആകുന്നത് നിങ്ങളൊരു ശീലമാക്കി ഡെവലപ്പ് ചെയ്യുകയാണ്. ബട്ട് ഡോണ്ട് വറി, നിങ്ങളുടെ ഫോക്കസ് നശിപ്പിക്കപ്പെട്ടിട്ടൊന്നുമില്ല, നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അത് നമുക്ക് തിരിച്ചെടുക്കാൻ. അത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. വൈ യു കാൺ ഫോക്കസ്, എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല? അതിന് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. നമ്പർ 1, യുവർ ബ്രെയിൻ ഈസ് അഡിക്റ്റഡ് ഡോപ്പമൈൻ. നിങ്ങളുടെ ബ്രെയിനിൽ ഇത്രയധികം ഡോപ്പമിൻ ഒന്നും കിട്ടാനുള്ളതല്ല. നിങ്ങൾ ഓരോ തവണ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗുഡ് ഫീലിംഗ് തരുന്നൊരു കെമിക്കലാണത്. പക്ഷേ ഇന്നത്തെ കാലത്തുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് ഡോപ്പമിൻ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 സെക്കൻഡ് പോലും ബോറടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഫോൺ എടുക്കും. അതുകൊണ്ടാണ് പഠിക്കുന്ന കാര്യമൊക്കെ വളരെ ബോറായിട്ട് തോന്നുന്നത്. അത് തന്നെയാണ് ഇൻട്രസ്റ്റ് വരാത്തതും. സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങളെ അതിന് അഡിക്റ്റ് ആക്കുന്ന അൽഗോരിതം യൂസ് ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാവുന്ന പുസ്തകത്തിലൊന്നും അത്ര വലിയ അൽഗോരിതങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. നിങ്ങളെ അസൈൻമെന്റ്സും പ്രൊജക്റ്റും ഒന്നും ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്രാറ്റിഫിക്കേഷൻ നൽകുന്നില്ല. അസൈൻമെന്റ് ചെയ്യുമ്പോഴല്ല, അസൈൻമെന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഡോപ്പമിൻ റിലീസ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ ഈ ഫോണെല്ലാം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നോൺ സ്റ്റോപ്പ് ഡോപ്പമിൻ റഷ് കാരണം ബാക്കിയുള്ളതൊക്കെ വളരെ ബോറായിട്ട് ഫീൽ ചെയ്യുന്നു. സോ യു കാൺ ഫോക്കസ്. നമ്പർ 2, ടു മെനി ഓപ്പൺ ലൂപ്സ്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ വളരെയധികം തോട്ട്സ്, വളരെയധികം ചിന്തകൾ വരാറുണ്ടോ? അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, ഫോക്കസ് ചെയ്യാനിരിക്കുന്നു, അപ്പോഴായിരിക്കും ചിന്ത വരിക, അതോ ആ മെസ്സേജിന് റീപ്ലൈ കൊടുത്തില്ലല്ലോ, മറ്റേ അസൈൻമെന്റ് ചെയ്തിട്ടില്ലല്ലോ, മറ്റേ ഹോംവർക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിന്ത വരും. ഇങ്ങനെയുള്ള അൺഫിനിഷ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ ബ്രെയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഓപ്പൺ ലൂപ്സ് എന്ന് പറയുന്നത്. ഇത് പുറത്തു നിന്നുള്ള ഡിസ്ട്രാക്ഷൻസ് അല്ല, ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. ഇത് എത്രത്തോളം നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം കൂടുതൽ വരാൻ തുടങ്ങും. നമ്പർ 3, യുവർ എൻവയോൺമെന്റ് ഈസ് വർക്കിംഗ് അഗൈൻസ്റ്റ് യു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിവില്ല എന്നതാണ് പ്രോബ്ലം എന്ന്. ബട്ട് മിക്ക സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാവില്ല, മറിച്ച് നിങ്ങളുടെ എൻവയോൺമെന്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ബെഡിൽ ഇരുന്നിട്ടാണ് വഴിക്കാറും. ബെഡ് ശരിക്കും നിങ്ങളുടെ ബ്രെയിൻ ഉറങ്ങുന്നതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. സൗണ്ട് ആയിട്ടുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ, അപ്പോൾ നിങ്ങളുടെ ബ്രെയിന് നിങ്ങളുടെ ഫോക്കസിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ അലമ്പായി കിടക്കുന്ന ഡെസ്ക് ആണോ, അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വളരെ ലെസ്സി ആയിട്ട് തോന്നും. നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്പേസും കോൺസെൻട്രേഷൻ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ എൻവയോൺമെന്റ് ഫുൾ ഡിസ്ട്രാക്ഷൻ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യാൻ പറ്റുക? ഹൗ ടേക്ക് ബാക്ക് കൺട്രോൾ. എങ്ങനെ കൺട്രോൾ തിരിച്ചെടുക്കാം, എങ്ങനെ ഫോക്കസ് ചെയ്യാം? അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടല്ലോ ഷോർട്ട് ആൻഡ് ഡിസ്ട്രാക്ഷൻ ആയിട്ട് വയർഡ് ആണ്. ബട്ട് അത് ചെയ്യാൻ പറ്റും. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു വില്ലിംഗ് ടു ഡു വാട്ട് ഇറ്റ് ടേക്സ്? അതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ എന്നതാണ് ചോദ്യം. കാരണം ഫോക്കസ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു മാജിക് ഒന്നുമല്ല. ഇറ്റ്സ് ദ ഗുഡ് അൺഡൂയിങ് ദ ഡാമേജ്. നിങ്ങൾ മോശമായിട്ടുള്ള ശീലങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും, സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, ഡീപ്പായിട്ട് ചിന്തിക്കേണ്ടി വരും. അതിന് നിങ്ങളുടെ ബ്രെയിനെ റീട്രെയിൻ ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 1, ബ്രേക്ക് ദ ഡോപ്പമിൻ സൈക്കിൾ. നിങ്ങളുടെ ബ്രെയിൻ ഈസി റിവാർഡ്സ് കിട്ടാനായിട്ട് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് കുറച്ച് ഹാർഡ് ആക്കണം, ഫോക്കസ് കുറച്ച് ക്ലിയർ ചെയ്യണം. അതായത് സിമ്പിൾ ആണ്, നിങ്ങളുടെ ഫോൺ യൂസേജ് കുറച്ച് ബുദ്ധിമുട്ടാക്കും. മേക്ക് യുവർ ഫോൺ ഇൻകൺവീനിയന്റ്. ഇപ്പോൾ ഏത് നേരം നോക്കിയാലും ഫോൺ കയ്യിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ കയ്യെത്താൻ ദൂരത്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഈസി ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവും. സോ മൂവ് ഇറ്റ്. ഫോൺ പഠിക്കുമ്പോൾ മറ്റൊരു റൂമിൽ വെക്കുക. നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ചെയ്തിടാം. ആപ്പ് ബ്ലോക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. ഫോൺ തൊട്ടടുത്തുണ്ടായാൽ എന്തായാലും നിങ്ങളത് യൂസ് ചെയ്യും. നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ബ്രെയിനിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. സ്റ്റെപ്പ് നമ്പർ 2, ക്ലോസ് ദ ഓപ്പൺ ലൂപ്സ്. കംപ്ലീറ്റ് ആവാത്ത ടാസ്കുകളെ കുറിച്ച് ചിന്തിച്ചിരുന്നാൽ നിങ്ങളുടെ ബ്രെയിനിന് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. സോ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എംപ്റ്റി യുവർ മൈൻഡ്. ആദ്യം നിങ്ങൾ ഒരു പെൻ ആൻഡ് പേപ്പർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലേക്ക് വരുന്ന തോട്ട്സുകൾ, ടാസ്കുകൾ എല്ലാം എഴുതി വെക്കുക. അത് ഓർഗനൈസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് ആ ലിസ്റ്റിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യരുത്. എല്ലാം കൂടി നിങ്ങളുടെ തലയിൽ ചുമന്നോട് നടക്കുന്ന കാര്യമൊന്നുമില്ല. സ്റ്റെപ്പ് നമ്പർ 3, ഫിക്സ് യുവർ എൻവയോൺമെന്റ്. നിങ്ങൾ റിലാക്സ് ചെയ്യാനും സിനിമ കാണാനും റീൽസ് കാണാനും എല്ലാം തിരഞ്ഞെടുത്ത സ്ഥലം പഠിക്കാനും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ചേഞ്ച് ഇറ്റ്. പഠിക്കുമ്പോൾ ഒരു ഡെസ്കിൽ ഇരിക്കുക, ബെഡിലല്ല. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് യൂസ് ചെയ്യുക, ഡിം ആവരുത്. സ്പേസ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. ഡിസ്ട്രാക്ഷൻസ് എല്ലാം റിമൂവ് ചെയ്യുക.
ഇതൊക്കെ ചെറിയ മാറ്റങ്ങളായിട്ട് തോന്നാമെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ എൻവയോൺമെന്റ് ടീം വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഫോക്കസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ടായിരിക്കും. സ്റ്റെപ്പ് നമ്പർ 4, യൂസ് ദ 5 minutes റൂൾ. ഫോക്കസിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനാണ്. നിങ്ങളുടെ ബ്രെയിനിന് വലിയ കാര്യങ്ങളായി ചെയ്യാനായിട്ട് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. വലിയ ടാസ്കുകളെ അതിങ്ങനെ റെസിസ്റ്റ് ചെയ്യും, ബട്ട് ചെറിയ ടാസ്കുകളെ അത് റെസിസ്റ്റ് ചെയ്യില്ല. ഞാൻ 2 മണിക്കൂർ പഠിക്കും എന്ന് പറയുന്നതിന് പകരം ഞാൻ 5 മിനിറ്റ് പഠിക്കട്ടെ എന്ന് പറയുക. മിക്ക സമയത്തും 5 മിനിറ്റ് കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് വൺസ് യു സ്റ്റാർട്ട്സ് മൊമെന്റം ടേക്ക് ഓവർ. ദിസ് ഇസ് അബൌട്ട് മോട്ടിവേഷൻ, ഇറ്റ്സ് അബൌട്ട് ട്രിക്കിംഗ് യുവർ ആക്ഷൻ. സോ ഗൈസ്, യു ആർ നോട്ട് ബ്രോക്കൺ. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഡിസ്ട്രാക്ടർ ആയിട്ടുള്ള ഒരു ലോകത്താണ്. ശീലങ്ങൾ, എൻവിറോൺമെന്റ്, ഇതെല്ലാം നിങ്ങളെ ഡിസ്ട്രാക്ടർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്കറിയാം. ഡിസ്ട്രാക്ഷനെ ഹാർഡർ ആക്കുക, ഫോക്കസിനെ ഈസി ആക്കുക. കാര്യം സിമ്പിളാണ്, ബട്ട് അത് ഈസി ആയിരിക്കില്ല. ഗോ ടേക്ക് യുവർ ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ബ്രെയിൻ. ഈ വീഡിയോ എല്ലാവർക്കും യൂസേജ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.